നോക്കാട്ടെ എങ്ങനെയുണ്ടെന്ന് പറയണേ. സംഭവം കൊള്ളാം. കുട്ടനാടൻ കപ്പ ബിരിയാണി സൂപ്പർ. ജിഷ്ണുവിന് ഇഷ്ടപ്പെട്ട കപ്പ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് 2 കിലോ കപ്പ നല്ല കൊത്തി അരിഞ്ഞ് വൃത്തിയായിട്ട് കഴുകി എടുക്കണം. അതിനുശേഷം ഒരു കുക്കറിനകത്ത് പകുതി കൂടുതൽ വെള്ളം വെച്ച് തിളപ്പിക്കണം. ആ വെള്ളത്തിലോട്ട് കപ്പയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിക്കണം. ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ചോറൂറ്റുന്ന പാത്രത്തിൽ ഇത് ഊറ്റിയെടുത്ത് വെക്കണം. ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം പോയി കപ്പ നന്നായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി കപ്പ ബിരിയാണിക്കായിട്ട് 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ എല്ലോടുകൂടിയ ബീഫും 1/2 കിലോ എല്ലില്ലാത്ത ബീഫുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുത്ത് വെക്കണം. കുറച്ച് തേങ്ങാക്കൊത്തും ഒരു 10-12 വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 സവോള, 2 തണ്ട് വേപ്പില, 2 പച്ചമുളക് ഇത്രയും അരിഞ്ഞ് ഒരു പാത്രത്തിലെടുത്ത് വെക്കണം. ഒരു മുറി തേങ്ങയും ചിരണ്ടി വെക്കണം. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഒരു കുക്കറിനകത്തോട്ടിട്ട് അതിനകത്തോട്ട് പകുതി ഇഞ്ചി ചതച്ചതും പകുതി ഭാഗം വെളുത്തുള്ളി ചതച്ചതും ഒരു 2-3 സവോളയും 2-3 പീസ് മതി സവോളയുടെ അതും 1 സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 2 തണ്ട് വേപ്പിലയും ഇടണം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഈ ബീഫിൻ്റെ പുറത്ത് നന്നായിട്ട് പുരട്ടി വെക്കണം. അതിനുശേഷം കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ച് ഒരു 5-8 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ബീഫ് നന്നായിട്ട് വേകണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതിനകത്ത് നന്നായിട്ട് ബീഫ് വെന്തിട്ടില്ലെങ്കിൽ നമ്മുടെ കപ്പ ബിരിയാണി അതിനധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ കപ്പയും നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി വലിയൊരു പാത്രം എടുക്കണം. ഞാനൊരു ഇൻഡാലിയത്തിൻ്റെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ അത് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. നമ്മൾ ഈ വലിയ പാത്രം എടുത്തിരിക്കുന്നതേ ഇത് നന്നായിട്ട് ഇളക്കി എടുക്കണമെങ്കിൽ വലിയൊരു പാത്രം വേണം. അതിനാണ് കേട്ടോ ഈ വലിയ പാത്രം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് വലിയ പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ദാണ്ട് ചെറിയ തേങ്ങ ഇട്ട് കൊടുത്ത് അത് ബ്രൗൺ കളറായിട്ടുണ്ട്. അതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ മണം വന്നപ്പോൾ എനിക്ക് ഒരു നൊസ്റ്റ് വന്ന്. പണ്ട് എൻ്റെ അമ്മ ഇതുപോലെ തേങ്ങ വറുക്കുമ്പം കോരിക്കൊണ്ടുപോയി തിന്നുമായിരുന്നു. ഈ തേങ്ങ ഇങ്ങനെ വറുത്തെടുത്തപ്പം എനിക്കതാണ് ഓർമ്മ വന്നത്. ഇനി ഈ തേങ്ങയെല്ലാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. ഇനി ഈ എണ്ണയുടെ അകത്തോട്ട് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഇതുപോലെ തന്നെ ബ്രൗൺ കളറാവുന്നവരെ വറുത്ത് എടുക്കണം. ഏതാണ്ടിപ്പം ഇത് മൂത്ത് വരാറായിട്ടുണ്ട്. തേങ്ങ മൂത്ത് വന്നതിന് ശേഷം അത് നമ്മളൊരു പാത്രത്തിലോട്ട് കോരി മാറ്റണം. നമ്മളിങ്ങനെ ഈ തേങ്ങ വറുത്ത് ചേർക്കുമ്പോഴേ ഈ കപ്പ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാണ്, നല്ല മണവുമാണ്. ആ ടേസ്റ്റ് മണവും കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നമ്മൾ കഴിക്കും അത്. ഇനി ബാക്കി വന്ന എണ്ണയുടെ അകത്തോട്ട് ബാക്കിയിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടെ അത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഒരു ബ്രൗൺ കളർ ആവട്ടെ, അതുവരെ അതങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ദാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് 2 തണ്ട് വേപ്പിലയും 2 പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടില്ല അത് രണ്ടും അതങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. വേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും നിറം ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കണം. സവോളയിൽ ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊന്നും ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, ആവശ്യത്തിന് ചേർക്കാവുള്ളൂ. നമ്മൾ ബീഫിനും അതുപോലെ തന്നെ കപ്പയ്ക്കുമൊക്കെ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർക്കാവൂ. പോരെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചത് വേവിക്കണം.
ഇത് നന്നായിട്ട് വാടി വന്നതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതിനായിട്ട് ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇനി ഒരു പാത്രം എടുക്കണം. അതിനകത്തോട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്ത് വയ്ക്കണം. ഇപ്പം സവോള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കണം. ആദ്യം മുളക് പൊടി ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. കാര്യം ഇതിനൊരു കുത്തലുണ്ട് മുളക് പൊടിക്ക്. ആ കുത്തൽ മാറാനാണ് ആദ്യം മുളക് പൊടി ഇടുന്നത്. അതിന് ശേഷം ബാക്കിയുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. നമ്മൾ പൊടി ഇടുമ്പോൾ തീ അല്പം കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അത് കരിയാതിരിക്കാനാണ് തീ കുറച്ച് വയ്ക്കുന്നത്. ഇനി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണം. ഇതിൻ്റെ പച്ചമണം മാറട്ടെ. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഈ ബീഫിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം കുറവാണേ. അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം നന്നായിട്ട് വെട്ടിത്തിളപ്പിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇച്ചിരി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതേ, കപ്പ നമ്മൾ ചേർത്ത് കഴിയുമ്പം പെട്ടെന്ന് ഇത് എല്ലാം കൂടെ നന്നിട്ട് പെട്ടെന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഇല്ലെങ്കിൽ നമുക്കിത് കപ്പയായിട്ട് മിക്സ് ചെയ്യാൻ പാടാം. കണ്ടോ, ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഇനി നമ്മൾ കപ്പ ഇട്ട് കൊടുക്കണം, വേവിച്ച് വെച്ചിരിക്കുന്ന. ഇപ്പോൾ അതാണ്ട് ജിഷ്ണു വന്നിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ജിഷ്ണുവാണ് ഇത് മിക്സ് ചെയ്ത് തരുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതുപോലെ തേങ്ങ ചിരണ്ടിയതും ഇല്ലേ, അത് 2 ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് കൈയെടുക്കാതെ തന്നെ ഇത് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിനകത്തോട്ട് ബാക്കി ഉണ്ടായിരുന്ന 2-3 തണ്ട് വേപ്പിലയും ഇട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ പുറത്തോട്ടൊന്ന് വിതറി നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2-3 തരി വെളിച്ചെണ്ണ ഇതും കൂടെ ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഇതെല്ലാവരും ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. നല്ല മണമാണ് ഇത്. ഈ മണവും ഇതും കൂടെ കുഴക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് വായി വെള്ളം വരും. ഇത് കഴിക്കണമെന്ന് തോന്നും. എന്തായാലും എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബായ്.